പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഞാൻ നിങ്ങളെ വാഴ്ത്തുന്നു. ധൈര്യത്തോടെ ഇരിക്കുന്നുവോ? ബലത്തോടെ ഇരിക്കുന്നുവോ? എന്തോ ഒരു കാര്യത്തെക്കുറിച്ച് ഭയപ്പെട്ടുകൊണ്ടിരിക്കുന്നുവോ? പരിതസ്ഥിതി ഭയപ്പെടുത്തിക്കൊണ്ടിരിക്കുകയാണോ? വേദപുസ്തകത്തിൽ ഗിദെയോൻ എന്നൊരു ആളുണ്ടായിരുന്നു. ഭയമുള്ള സ്വഭാവക്കാരനായിരുന്നു. ശത്രുക്കൾ വന്ന് തന്റെ വയലുകളിൽ നിന്ന് കൊയ്ത്ത് കൊണ്ടുപോകും. അതുകൊണ്ട് ഭയപ്പെട്ട് അവർ വരുന്നതിനു മുമ്പ് ധൃതിപ്പെട്ടുകൊണ്ട് കൊയ്ത്തെടുത്ത് കൊണ്ടുപോകണം എന്ന് വിചാരിച്ച് കൊയ്തുകൊണ്ട് ഇരുന്നു. ശത്രു വരുമോ എന്നയാൾ ഭയപ്പെട്ടു. പക്ഷേ അവിടെ ദൈവദൂതൻ വന്നു നിന്നു. വന്നിട്ടെന്താണ് പറഞ്ഞത്? വേദപുസ്തകത്തിൽ ന്യായാധിപന്മാർ 6 അധ്യായം 12 വാക്യം പറയുന്നു, അല്ലയോ പരാക്രമശാലിയെ, യഹോവ നിന്നോട് കൂടെയുണ്ട്. ഗിദെയോൻ പേടിച്ചുകൊണ്ടിരുന്നു. പക്ഷേ ദൈവം പറയുന്നു, നീ പരാക്രമശാലി. എന്തുകൊണ്ടാണെന്നോ? പരാക്രമം ചെയ്യുന്ന യഹോവ നിന്റെ കൂടെയുണ്ട്. ഇന്ന് നിങ്ങളോട് കർത്താവായ യേശു പറയുന്നു, നീ പരാക്രമശാലി. എന്റെ മകനെ, എന്റെ മകളെ, പരിതസ്ഥിതി കണ്ട് ഭയപ്പെടേണ്ട. ഞാൻ പരാക്രമശാലിയായി നിന്റെ കൂടെയുണ്ട്. നീ ധൈര്യത്തോടെ ശത്രുവിനെ എതിർക്കണം. നീ ധൈര്യത്തോടെ ഈ പരിതസ്ഥിതി തരണം ചെയ്യും. നീ ജയിക്കും. കാരണം നീ പരാക്രമശാലിയാണ്. അതാണ് കർത്താവ് വാക്ക് തന്നത്. ലോകത്തിലുള്ള സാത്താനേക്കാൾ നിങ്ങളുടെ കൂടെയുള്ളവർ വലിയവൻ. വലിയവൻ നമ്മുടെ കൂടെയുള്ളപ്പോൾ നാം പരാക്രമശാലികളല്ലേ? അപ്പോൾ നിങ്ങൾ പരാക്രമശാലികളാണ്. നിങ്ങളുടെ ഉള്ളിലെ പരാക്രമം നിങ്ങൾക്കറിയില്ല, ദൈവത്തിനതറിയാം. നിങ്ങളെക്കൊണ്ട് പരാക്രമ കാര്യങ്ങൾ ചെയ്യാൻ പോകുന്നു. ഇന്ന് വിശ്വസിക്കൂ, അത്ഭുതങ്ങൾ കാണും. യേശുവേ, എന്നെ പരാക്രമശാലിയായി മാറ്റിയതിന് സ്തോത്രം. ഞാൻ അത്ഭുതങ്ങൾ കാണാൻ പോകുന്നു. പരിതസ്ഥിതികൾ മാറാൻ പോകുന്നു. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ. ജീസസ് റീഡിംഗ്സ് മലയാളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. ബെൽ ഐക്കോൺ ക്ലിക്ക് ചെയ്യുക. ഞങ്ങളുടെ ദൈനംദിന പ്രോഗ്രാമുകളെക്കുറിച്ചുള്ള അപ്ഡേറ്റ് ലഭിക്കുവാൻ